ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, അപ്പോൾ ഗബ്രി എന്തായാലും പുറത്ത് പോയിട്ടുണ്ട്. ഗബ്രി പുറത്ത് പോയി. അപ്പോൾ പുറത്ത് പോയിട്ടില്ല എന്നാണ് ജാസ്മിൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും സീക്രട്ട് റൂമിലുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോമോ ആണെങ്കിൽ ജിൻഡപ്പൻ എന്ന് പറയാൻ വന്നിട്ടാ. ജിൻഡോയും അതുപോലെ ജാസ്മിൻ മുട്ട വഴക്കിടുന്നുണ്ട്. അതിൽ കറക്റ്റ് കാര്യം തന്നെ ജിൻഡോ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഗബ്രി പുറത്ത് പോയത്, അല്ലെങ്കിൽ ഇപ്പോഴും അവൻ ഇവിടെ തുടർന്നേനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആ ശരിയാണ്, ഞാൻ കാരണമാണ് പോയത്, അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ഇത് പക്ഷെ അവൾക്ക് ഒരു വിനയായിട്ട് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഗബ്രിയെ പുറത്തിറക്കാൻ വേണ്ടി കളിച്ച കളിയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവള് എന്താ പറയുക, ഗബ്രിയായിട്ട് നിന്നതെങ്കിൽ ഗബ്രിക്ക് ഇപ്പോഴും അവിടെ തുടരായിരുന്നു, പുറത്ത് പോവില്ലായിരുന്നു. നല്ലൊരു പ്ലെയർ ആയിരുന്നു. എന്ത് തന്നെയാണെങ്കിലും കളിയുടെ ടാസ്കിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഗബ്രി നന്നായിട്ട് തന്നെ കളിക്കുമായിരുന്നു. നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. അത് എന്തായാലും കളഞ്ഞു പൊടിച്ചു. ജാസ്മിനോട് കൂടി എന്തായാലും അത് കളഞ്ഞു പൊടിച്ചു. നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ, നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ജാസ്മിയുടെ കൂടെയുള്ള ആ കൂട്ടുകെട്ട് പുറത്തും നെഗറ്റീവാക്കി, അകത്തും നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ജാസ്മി ജിൻഡോയും ആയിട്ടുള്ള വഴക്കിനിടയിലാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ശരിയാണ്, അങ്ങനെ വാക്ക് തർക്കത്തിനിടയിൽ പറയുന്നതായിരിക്കുമെങ്കിലും ജാസ്മിന്റെ വായിൽ നിന്ന് വീണ വാക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ ജാസ്മി ഗബ്രി പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തന്നെ കളിച്ച കളിയാണെന്നാണ് അവളുടെ വായിൽ തന്നെ വീഴുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഗബ്രിക്ക് വൻ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ടാസ്കുകൾ നല്ല ഹോട്ടൽ ടാസ്ക് ഒക്കെയാണ് വരുന്നത്. ഗസ്റ്റുകളൊക്കെ വന്നിട്ട് നല്ല ഗബ്രി പുറത്തിറങ്ങിയിട്ട് തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ടാസ്ക്കാണ്, നല്ല ടാസ്ക് ആയിരുന്നു. എനിക്ക് പറയുന്നുണ്ട്, എനിക്ക് ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ അകത്തോട്ട് പോകണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഗബ്രി പുറത്ത് പോയി, ഇനി അകത്തോട്ട് കയറാൻ യാതൊരു ചാൻസും ഇല്ല. എന്താ ചോദിച്ചാൽ അത്രയും നെഗറ്റീവ് ഇതായിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ചോദിച്ചാൽ ബിഗ് ബോസ് എന്തായാലും അകത്ത് കയറ്റാൻ ഉദ്ദേശിക്കില്ല. അത്രയും നെഗറ്റീവാണ് പുറത്ത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ ജാസ്മി എങ്ങനെ കളിക്കുന്നുള്ളത്. ജാസ്മി പക്ഷെ ആ പോയപ്പോൾ ആ സങ്കടം കണ്ണീരൊഴുക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരി ആക്റ്റീവായിട്ടുണ്ട്, അലറി വിളിച്ചൊക്കെ എല്ലാവരുടെ അടുത്തും പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് എന്താ പറയുക, അതൊക്കെ ഇതൊരു ഡ്രാമയാണെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. വേറൊരു ഡ്രാമയാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അല്ലാതെ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന, അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.